പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഞാൻ ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിൻ്റെ കീഴിലുള്ള ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് NISന്റെ +2 എക്കണോമിക്സ് കോഡ് നമ്പർ 318ന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവിംഗ് ആണ്. 2024 ഒക്ടോബറിൽ നടന്ന എക്സാമിന്റെ 6 മാർക്കിന്റെ 2 ക്വസ്റ്റ്യൻസും ആൻസറും ആണ് അവതരിപ്പിക്കുന്നത്. എൻ്റെ വീഡിയോ കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ എക്കണോമിക്സ് എന്ന് പറയുന്ന പേപ്പർ നമ്മളെ ഹ്യൂമാനിറ്റീസിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു വിഷയമാണ്. അതുപോലെ തന്നെ കൊമേഴ്സിലും കൊടുക്കാം. നിർബന്ധമില്ല, പല വിഷയങ്ങളും ഉണ്ട്. പക്ഷെ ഈ 2 ഗ്രൂപ്പിലും നിർബന്ധമില്ലാത്ത ഒരു വിഷയമാണ്. നമുക്ക് ഒരു ചൂസിങ് ഓപ്ഷനായി സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് ആണ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. എന്നാൽ മറ്റുള്ള വിഷയങ്ങളൊക്കെ ഹിസ്റ്ററി പോലുള്ള വിഷയങ്ങളൊക്കെ ഹ്യൂമാനിറ്റീസിലും അക്കൗണ്ടൻസി ബിസിനസ് ഒക്കെ കൊമേഴ്സിലും നിർബന്ധമാണ്. അതുപോലുള്ള നിർബന്ധിതം ഇല്ലാത്ത വിഷയമാണ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് തിയറി ക്വസ്റ്റ്യൻസും വരുന്നുണ്ട്, പ്രോബ്ലംസ് ക്വസ്റ്റ്യൻസും വരുന്നുണ്ട്. 100 മാർക്കിന്റെ പേപ്പറാണ് വരുന്നത്. നമുക്ക് 2 ടെക്സ്റ്റ് ബുക്കാണ് വരുന്നത്. 100 മാർക്കിന്റെ പേപ്പറിൽ 80 മാർക്കാണ് എഴുത്ത് പരീക്ഷ 3 മണിക്കൂറിന്റെ. അതിന്റെ 33% ഏകദേശം 26 മാർക്കാണ് എഴുതി പാസ്സാണ്. പിന്നെ 20 മാർക്ക് അസൈൻമെന്റ് ആണ്. അങ്ങനെ 80 + 20 100 മാർക്കിന്റെ പേപ്പറാണ്. ഉച്ചക്ക് 2:30 മണി മുതൽ വൈകുന്നേരം 5:30 മണി വരെയാണ് എക്സാം നടക്കുന്നത്. ഏപ്രിൽ വരുന്ന 2025 എക്സാം വരാൻ പോകുന്നതാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മാതൃക അവതരിപ്പിക്കുന്നത്. ന്യൂ സിലബസ് അനുസരിച്ചുള്ള ആദ്യത്തെ എക്സാം നടന്നത് 2024 ഏപ്രിലും 2ാമത് ഒക്ടോബറിലുമാണ്. ഏപ്രിലുള്ള എക്കണോമിക്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ ചാനലിൽ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. ഒക്ടോബറിലുള്ളത് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതും പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. 60% ചാപ്റ്റർ നിങ്ങൾ പഠിച്ചാൽ മതി. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിന്റെ 2ാമത്തെ ടെക്സ്റ്റ് ബുക്ക് എന്നാണ് ഏറ്റവും കൂടുതൽ മാർക്കിന് ക്വസ്റ്റ്യൻ വരുന്നത്. 2 ടെക്സ്റ്റ് ബുക്കുകളുണ്ട്. 1ാമത്തെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് കുറവാണ്. അവസാനത്തെ നമ്മളുടെ മീൻ മീഡിയം മോഡൊക്കെ അവിടെ നിന്ന് അങ്ങോട്ടുള്ള പാഠങ്ങളാണ് വരുന്നത്. പിന്നെ 2ാമത്തെ ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ് കൂടുതൽ വരുന്നത്. ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്കിന്റെ ഫസ്റ്റ് കുറച്ച് 5-6 ചാപ്റ്റർ നമുക്ക് എക്സാം ഒന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അങ്ങനെ ഇടയിൽ ചില ചാപ്റ്ററുകളും പല ഭാഗങ്ങളും ഒഴിവാക്കിയിട്ടുണ്ട്. എന്തായാലും നമ്മുടെ സിലബസ് നോക്കിയിട്ട് നിങ്ങൾ പഠിക്കുക. കൂടുതൽ പ്രാധാന്യം 2ാമത്തെ ടെക്സ്റ്റ് ബുക്കിനാണ് കൊടുക്കേണ്ടത്. ഗൈഡ് ഉള്ളവർ ഗൈഡ്, മലയാളത്തിൽ എഴുതുന്നവർക്ക് ഗൈഡ് പ്രാക്ടീസ് ചെയ്യുക. എന്നാൽ കൂടുതലും നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രോബ്ലംസ് ഒക്കെ വർക്കൗട്ട് ചെയ്യണമെങ്കിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് നന്നായി റെഫർ ചെയ്യണം. ഗൈഡ് വർക്കൗട്ട് ചെയ്ത് തന്നെ നമുക്ക് തിയറി ക്വസ്റ്റ്യൻസിന്റെ ആൻസർ കിട്ടും. ഇതുപോലുള്ള പ്രോബ്ലംസ് ബോർഡിൽ എഴുതിയ പ്രോബ്ലം ക്വസ്റ്റ്യൻസിന്റെ ആൻസർ കിട്ടണമെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് നല്ല രീതിയിൽ ഫോളോ ചെയ്യണം. ടെക്സ്റ്റ് ബുക്ക് കിട്ടാത്തവര് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ PDF ലഭിക്കും. NIS ഓൺലൈൻ കോഴ്സ് ഓഫ് മെറ്റീരിയൽ എന്ന് ഗൂഗിൾ അടിച്ച് കഴിഞ്ഞാൽ അതിന്റെ സീനിയർ സെക്കൻഡറി പോയി കഴിഞ്ഞാൽ ഓരോ സബ്ജക്റ്റിന്റെയും PDF ലഭിക്കും. അതിന് എക്കണോമിക്സ് സെലക്ട് ചെയ്താൽ മതി. ക്വസ്റ്റ്യൻസ് നമുക്ക് ഇംഗ്ലീഷിലാണ് വരിക. മലയാളത്തിൽ എക്സാം എഴുതുന്നവർക്കും ഇംഗ്ലീഷിൽ എഴുതുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ ഇംഗ്ലീഷിലാണ് വരുന്നത്. അതുകൊണ്ടാണ് ബോർഡിൽ ഇംഗ്ലീഷിൽ എഴുതിക്കുന്നത്. ആൻസർ ഏത് മീഡിയത്തിലും എഴുതും. ഇപ്പൊ കഴിഞ്ഞ 2024 ഒക്ടോബർ നടന്ന എക്കണോമിക്സ് എക്സാമിന്റെ സെറ്റ് എ ക്വസ്റ്റ്യൻ പേപ്പറിൽ അവസാന ഭാഗത്ത് വരുന്ന ക്വസ്റ്റ്യൻസ് കണ്ടതാണ് ഞാൻ. ഇത് ഈ രീതിയിൽ 46-47 ക്വസ്റ്റ്യൻസ് ഞാൻ കണ്ടിട്ടുണ്ട്. റാങ്ക് കോറിലേഷനും കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് നമ്പറും കാൽക്കുലേറ്റ് ചെയ്യാനാണ്. മെയിൻ ആയിട്ട് നമുക്ക് പ്രോബ്ലങ്ങൾ വരുമ്പോൾ നന്നായിട്ട് നിങ്ങൾ ഇക്വേഷൻസ് നന്നായിട്ട് മനസ്സിലാക്കി വെക്കണം. ഓരോ ചാപ്റ്ററിലും വരുന്ന പ്രധാനപ്പെട്ട ഇക്വേഷനെ ഒരു നോട്ട് ബുക്കിൽ എഴുതി വെച്ച് കഴിഞ്ഞാൽ എക്സാമിന്റെ ടൈമിൽ നമ്മൾ ഫുള്ള് ബൈ ഹാർട്ട് പഠിക്കാൻ സമയം കിട്ടില്ല. അപ്പോൾ പ്രോബ്ലംസ് നന്നായി അറിയണമെങ്കിൽ ആ ഇക്വേഷൻസ് മാത്രം എക്സാമിന്റെ തലേന്ന് നമുക്ക് മറിച്ചു നോക്കാൻ പറ്റുള്ളൂ. അതിന് മുമ്പത്തെ ദിവസങ്ങളിലൊക്കെ ഇത് നന്നായി വർക്ക്ഔട്ട് ചെയ്യണം. ഈ റാങ്ക് കോറിലേഷൻ നമുക്ക് വരുന്നത് കോറിലേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ ഉണ്ട്, 10ാമത്തെ ചാപ്റ്റർ. അതിന്റെ അവസാന ഭാഗത്താണ് ഈ റാങ്ക് കോറിലേഷൻ വരുന്നത്. ഈ റാങ്ക് കോറിലേഷനിൽ നമുക്ക് ചിലപ്പോൾ ക്വസ്റ്റ്യൻസിൽ റാങ്ക് തന്നിട്ടുണ്ടാവും. റാങ്ക് തന്നിട്ടില്ലെങ്കിൽ റാങ്ക് നമ്മൾ എഴുതണം. അപ്പൊ ഇതിൽ 2 കുട്ടിയുടെ 2 സബ്ജക്റ്റിന്റെ മാർക്കാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, ഇംഗ്ലീഷിന്റെയും എക്കണോമിക്സിന്റെയും. അപ്പൊ റാങ്ക് കൊടുക്കുമ്പോൾ നമ്മൾ ഏറ്റവും ഉയർന്ന മാർക്കുള്ളതിന് 1ാം റാങ്ക്, പിന്നെ ഉള്ളതിന് 2ാം റാങ്ക്, പിന്നെ ഏറ്റവും കുറഞ്ഞതിനാണ് ലാസ്റ്റ് റാങ്ക് കൊടുക്കേണ്ടത്. ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ റാങ്ക് തരും. റാങ്ക് തന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അപ്പൊ അതിൽ നമ്മൾ ഇംഗ്ലീഷിന്റെ റാങ്ക് എടുക്കുക R1 റാങ്ക് 1. ഇതിൽ ഏറ്റവും ഹൈയസ്റ്റ് 18 ആണ്. 18ന് 1ാം റാങ്ക് കൊടുക്കുക. പിന്നെ ഇനി തൊട്ട് താഴെ 14, അതിന് 2ാം റാങ്ക്. പിന്നെ അതിന് തൊട്ടിട്ട് 11ന് 3, 10ന് 4, 9ന് 5. ഇങ്ങനെ ക്രമം നോക്കണം. അവരോഹണ ക്രമത്തിലാണ് നമ്മൾ റാങ്ക് കൊടുക്കേണ്ടത്. ഏറ്റവും ഹൈയസ്റ്റിന് ഫസ്റ്റ് റാങ്ക് കൊടുക്കുക. അവരോഹണ ക്രമം, വലുതിൽ നിന്ന് ചെറുതിലേക്ക്. ഇതേപോലെ എക്കണോമിക്സ് നമ്മൾ R2 റാങ്ക്
കൊടുക്കണം. ഏറ്റവും ഹയസ്റ്റ് 16ന് 1, രണ്ടാമത് 15ന് 2, മൂന്നാമത്തത് 12ന് 3, പിന്നെ 10ന് 4, 8ന് 5. ഇനി ഇവിടെ നമ്മൾ 2 ഇക്വേഷൻ വരുന്നുണ്ട്. ഇവിടെ റാങ്ക് റിപ്പീറ്റ് ഉണ്ട് നോക്കാം. റാങ്ക് ഇവിടെ റിപ്പീറ്റ് 1, 2, 3, 4, 5 ആണ്. ചിലപ്പോൾ ഏതെങ്കിലും ഒന്ന് റിപ്പീറ്റ് ഉണ്ട്. ഇപ്പൊ ഇതിൽ സംഖ്യ ഉദാഹരണമായി പറയുകയാണെങ്കിൽ ഇപ്പൊ 18 2 തവണ, അല്ലെങ്കിൽ 10 2 തവണ, 11 2 തവണ, അല്ലെങ്കിൽ 14 2, അങ്ങനെയൊക്കെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ റാങ്ക് 2 തവണ ആയിട്ട് റിപ്പീറ്റ് ചെയ്യും. അപ്പൊ ഇക്വേഷൻ നമ്മൾ വേറെ ഒന്ന് ഉപയോഗിക്കണം. റാങ്ക് റിപ്പീറ്റ് ഇല്ലെങ്കിൽ വേറൊരു ഇക്വേഷൻ ഉപയോഗിക്കണം. അങ്ങനെ 2 ഇക്വേഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് റാങ്ക് റിപ്പീറ്റ് ചെയ്യുന്നില്ല, ഇതിലും റിപ്പീറ്റ് ഇല്ല. 1 2 3 4 5 ആണ്. ഇതൊക്കെ ഓരോന്നും ഓരോ തവണയേ ഉള്ളൂ. അങ്ങനെ റിപ്പീറ്റ് ചെയ്യാത്ത സാഹചര്യത്തിൽ നമ്മൾ റാങ്ക് കണ്ടുപിടിക്കുന്നത് അതിന്റെ ഇക്വേഷൻ ഇവിടെ എഴുതുന്നുണ്ട്. 1 - 6 സിഗ്മ d സ്ക്വയർ ഡിവൈഡ് ബൈ n × n² - 1 ആണ്. ഇത് വൈകാട്ടായിട്ട് പഠിക്കാം. ഓക്കെ, അപ്പൊ അതിന് നമുക്ക് ഇതിൽ വേണ്ടത് ഡി വാങ്ങും. ഡി എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഡി കണ്ടുപിടിക്കുന്നത് ബ്രാക്കറ്റിൽ ചെയ്ത R1 - R2 ആണ്. R1 നിന്ന് R2 മൈനസ് ചെയ്യാം. അപ്പൊ R1 എത്ര? 2 - 3. 2 - 3 എന്ന് പറയുമ്പോൾ -1. അത് 3 - 2 1. 4 - 5. 2 റാങ്ക് തമ്മിലുള്ള വ്യത്യാസമാണ് ഡി എന്ന് പറയുന്നത്. 4 അത് 1 നിന്ന് തന്നെ 2 മൈനസ് ചെയ്യാം. 4 - 5 -1. അത് 1 - 1 0. അടുത്ത് 5 - 4 1. ഇനി ഡി സ്ക്വയർ ആണ് അടുത്തത്. 1ന്റെ സ്ക്വയർ എത്ര? 1 സ്ക്വയർ 1 × 1 1. പിന്നെ 1 സ്ക്വയർ 1 × 1 1. 1 × 1 1. 0 × 0 0. 1 സ്ക്വയർ തരുമ്പോൾ 1 × 1. 1നെ 2 പ്രാവശ്യം വിളിച്ച് 1 തന്നെ ടോട്ടൽ ചെയ്യാം കേട്ടോ. എത്ര വരും? 4 ആണ് വരിക കേട്ടോ. ഇനി ഇത് ഇക്വേഷനിൽ അപ്ലൈ ചെയ്യണം കേട്ടോ. ഇതാണ് നമ്മുടെ ഇക്വേഷന്. ഇപ്പൊ 1 - 6 × d സ്ക്വയർ എത്ര? 4 ഡിവൈഡ് ബൈ n × n എത്ര ഉണ്ടോ? ഇതിൽ എത്ര ഉണ്ട്? 1 2 3 4 5. 5 - 5 × 5² - 1 കേട്ടോ. അപ്പോൾ 1 - 6 × 4 24 ഡിവൈഡ് ബൈ 5 ബ്രാക്കറ്റിന് പുറത്താണ്, അതങ്ങനെ തന്നെ ഇല്ല. 5ന്റെ സ്ക്വയർ 25. 25 - 1 പോയാൽ 24. ഇനി നോക്കാം. 1 - 24 ഡിവൈഡ് ബൈ 5 ബ്രാക്കറ്റ് 5 × 24 120. അപ്പൊ എത്ര വരിക? 1 - 1 അങ്ങനത്തെ 24 120 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ 0.8 കേട്ടോ. അപ്പൊ 1 0.8 പോയ 0.2 ആണ്. 24 120 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ 0.2. 1 0.2 പോയ 0.8. അപ്പൊ കോറിലേഷന്റെ ആൻസർ എത്രയാണ്? 0.8 ആണ് വരുന്നത്. ഇതിന് 6 മാർക്ക്. എത്രയും ചെയ്താൽ നമ്മൾ തിയറി എഴുതുകയാണെങ്കിൽ ഒരു 1.5 പേപ്പർ നമ്മൾ എഴുതേണ്ടി വരും. ഒരു ഷീറ്റും അതിന്റെ അപ്പുറത്തെ പോയി നമുക്ക് പ്രോബ്ലം ചോദിച്ചു കഴിഞ്ഞാൽ വളരെ കുറഞ്ഞ രീതിയിൽ എഴുതാനുള്ള ചെയ്യാനുള്ള ഇക്വേഷൻ നന്നായിട്ട് അറിയണം. ഇനി ഇവിടെ റാങ്ക് റിപ്പീറ്റ് ചെയ്യാൻ ഇക്വേഷൻ മാറുകയും ചെയ്യും. അത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ഗൈഡിൽ ചിലപ്പോൾ നമുക്ക് കിട്ടൂല, അതുകൊണ്ട് ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്യണം. പിന്നെ പറയുന്നത് കാൽക്കുലേറ്റ് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് നമ്പർ. 11ാമത്തെ ചാപ്റ്ററിന്റെ അവസാന ഭാഗത്തുണ്ട്. കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് നമ്പർ കാണാനുള്ളതാണ്, അല്ലെങ്കിൽ അതിന്റെ കോസ്റ്റ് ഓഫ് ലിവിംഗ് ഇൻഡെക്സ് നമ്പർ. ഇവിടെ നമുക്ക് ഇക്വേഷൻ അറിയാം. ഏതിനും നമുക്ക് അറിയേണ്ടത് ഇക്വേഷനാണ്. ഇവിടെ നമ്മൾ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ലിവിംഗ് ഇൻഡെക്സ് നമ്പർ അറിയുന്നത് നമ്മൾ ഇക്വേഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ സിഗ്മ WP ഡിവൈഡ് ബൈ സിഗ്മ W. ഇതാണ് കൺസ്യൂമർ പ്രൈസ് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ലിവിംഗ് ഇൻഡെക്സ് നമ്പറിന്റെ ഇക്വേഷൻ. ഇവിടെ ഇപ്പൊ നമുക്ക് 2 വെയിറ്റ് തന്നിട്ടുണ്ട്. ഉൽപ്പന്നം 3 ഉൽപ്പന്നങ്ങൾ തന്നിട്ടുണ്ട്. A B C വെയിറ്റ് തന്നിട്ടുണ്ട്. ഓരോ ഉൽപ്പന്നം എയുടെ വെയിറ്റ് 20, ബിയുടെ 30, സിയുടെ 40. പ്രൈസ് തന്നിട്ടുണ്ട്. 2005 പ്രൈസ് തന്നിട്ടുണ്ട്. 2010 ഓരോ ഉൽപ്പന്നങ്ങളുടെ പ്രൈസ് 2005 തന്നിട്ടുണ്ട്, 2020. അപ്പൊ ഇവിടെ നമ്മൾ ബേസ് ഇയറും കറന്റ് ഇയറും അറിയാം. പഴയ പ്രൈസ് ആണ് ബേസ് ഇയർ എന്ന് പറയുന്നത്. ഇതന്നെ ബേസ് ഇയർ. പുതിയ പ്രൈസ് ആണ് കറന്റ് ഇയർ എന്ന് പറയുന്നത്. ഇപ്പൊ 2 പ്രൈസ് ഉണ്ട്. നമുക്ക് ഇവിടെ ഒറ്റ പ്രൈസ് ആവശ്യമുള്ളൂ. അത് വിചാരിച്ച് ഇതിൽ ഏതെങ്കിലും ഒന്ന് എടുക്കല്ല ചെയ്തത്. യഥാർത്ഥ പ്രൈസ് കണ്ടുപിടിക്കുന്നത് പി കണ്ടുപിടിക്കുന്നത് ബ്രാക്കറ്റിൽ ഇതാണ് P1 ഡിവൈഡ് ബൈ P0 × 100. അതായത് യഥാർത്ഥ പ്രൈസ് കണ്ടുപിടിക്കണമെങ്കിൽ ഈ കറന്റ് ഇയർ പ്രൈസിനെ
ബേസ് ഇയർ പ്രൈസോട് ഹരിക്കുക, 100 കൊണ്ട് ഗുണിക്കുക. ഇപ്പം 45 ഡിവൈഡ് ബൈ 30 ഇൻറ്റു 100. അടുത്ത് 25 ഡിവൈഡ് ബൈ 20 ഇൻറ്റു 100. അടുത്ത് 15 ഡിവൈഡ് ബൈ 10 ഇൻറ്റു 100. ഓരോന്നും ചെയ്യുക. ഒരു 0 വെട്ടിക്കഴിഞ്ഞാൽ 450 ഡിവൈഡ് ബൈ 3 എന്ന് പറയുമ്പോൾ എത്ര വരും? 150 വരും. ഇത് നോക്കാം. 0 വെട്ടിക്കഴിഞ്ഞാൽ 250 ഡിവൈഡ് ബൈ 2 125. പിന്നെ ഇത് 0 വെട്ടിക്കഴിഞ്ഞാൽ 150 പി കിട്ടി. ഇനി നമുക്ക് ഇവിടെ ഇക്വേഷൻ വേണ്ട എന്താണ്? WP ആണ്. പി കിട്ടിയ അടുത്ത കോളം WP. W ഫസ്റ്റ് എത്രയാണ്? 20 ഇൻറ്റു 150. 20 ഇൻറ്റു 150 എന്ന് പറയുമ്പോൾ 3000 ആണ്. അടുത്ത് 30 ഇൻറ്റു 125 എത്ര? 30 ഇൻറ്റു 3750. അടുത്തും 50 ഇൻറ്റു 150. 50 ഇൻറ്റു 150 എത്ര വരും? 50 ഇൻറ്റു 150 വേണമെന്ന് കുടിച്ചോളൂ. 150 ഇൻറ്റു 5 ചെയ്താൽ മതി. 5 25 3750. 50 ഇൻറ്റു 150 ആണല്ലേ. 5 25 25 2 5 2 750. 750 കുറിച്ച് 7500. ഇനി ഇത് പ്ലസ് ചെയ്യാം. അപ്പൊ 5 7 5 12 8 3 11 14. അതൊന്ന് നോക്കാം. 5 7 5 12 4 7 14 14250. 14250 സിഗ്മ W എന്ന് പറയുമ്പോൾ ഈ പ്രൈസ് ഉണ്ട്. 50 30 80 100 കൊണ്ട് ഹരിക്കുക. അപ്പൊ ഈ 0 വെട്ടിക്കളഞ്ഞാണ്. അപ്പൊ 1425 10 കൊണ്ട് ഹരിച്ച ഒരു സ്ഥാനം മാറ്റുക. അപ്പൊ 142.5. ഇതാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ, കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്. ഈ രീതിയിൽ ഇക്വേഷൻ വെച്ച് നമ്മൾ ചെയ്യണം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഇത് തുടർന്നുള്ള ക്ലാസ്സുകൾ ലഭിക്കാൻ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അഡ്മിഷൻ സംബന്ധമായ കാര്യങ്ങൾക്ക് NISന്റെ 1 മാസം കൊണ്ട് 2 മാസം കൊണ്ട് 3 മാസം കൊണ്ട് 6 മാസം കൊണ്ട് SSLC +2 ഇന്ത്യയിൽ മുഴുവൻ സ്റ്റേറ്റുകളിൽ നമ്മൾ അഡ്മിഷൻ കൊടുക്കുന്നുണ്ട്. അഡ്മിഷൻ എടുക്കുന്ന ഫ്രീ ആയിട്ട് ടെക്സ്റ്റ് ബുക്കുകൾ, ഗൈഡുകൾ, അസൈൻമെൻറ്റുകൾ, പ്രാക്ടിക്കൽ റെക്കോർഡ് എല്ലാം നൽകുന്നുണ്ട്. ഇനി ആയിരിക്കും ഓൺലൈനായി വീട്ടിൽ നിന്ന് പരീക്ഷ എഴുതാൻ വേണ്ടി ബോസ് എഡ്യൂക്കേഷൻ്റെ SSLC +2 നൽകുന്നുണ്ട്. ഇഗ്നോ ശ്രീനാരായണ ഗുരു യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി PG അഡ്മിഷൻ നൽകുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷനും കോൺടാക്ട് ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ നമ്മുടെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അത് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. 9037114679. ഓക്കെ, താങ്ക് യു.